ഹെഡ്ലൈൻസ്. പകലുകൂടി വെയിറ്റ് ചെയ്യണമെന്ന് ഇത്രയും ആളുകൾ പറയുമ്പോൾ എനിക്കത് വാക്ക് ഗൗരവമായി മുഖവിലക്കെടുക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ല. നിലമ്പൂരിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നീട്ടി PV അൻവർ. UDF തീരുമാനത്തിനായി ഒരു പകൽ കൂടി കാത്തിരിക്കുമെന്ന് അൻവർ മാന്യമായ തീരുമാനം പ്രതീക്ഷിക്കുന്നതായും പ്രതികരണം. CPIM സെക്രട്ടേറിയറ്റ് അല്പസമയത്തിനകം ചേരും. ഉച്ചതിരിഞ്ഞുള്ള LDF യോഗത്തിന് ശേഷം സ്ഥാനാർത്ഥി പ്രഖ്യാപനം. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. കണ്ണൂർ, കാസർഗോഡ്, ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ട്. മറ്റ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. 9 ജില്ലകളിലെയും കുട്ടനാട് താലൂക്കിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധന വിലക്ക്. മഴക്കെടുതിയിൽ 2 മരണം. ആലപ്പുഴയിൽ മീൻ പിടിക്കാൻ പോയ ആൾ വെള്ളക്കെട്ടിൽ വീണ് മരിച്ചു. എറണാകുളത്ത് മരം വീണ് തൊഴിലുറപ്പ് തൊഴിലാളിയായ സ്ത്രീക്ക് ദാരുണാന്ത്യം. കണ്ണൂരും മലപ്പുറത്തും എറണാകുളത്തും 3 പേർ ഒഴുക്കിൽപ്പെട്ടു. ആലപ്പുഴ കോടംതുരുത്തിൽ വീടിന്റെ ഭിത്തി തകർന്ന് ഗർഭിണിക്ക് പരിക്ക്. കോട്ടയം വൈക്കത്ത് 700-ലധികം വീടുകൾ വെള്ളത്തിൽ. കാസർഗോഡ് മഞ്ചേശ്വരം താലൂക്കിലെ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട്. മുൻ മാനേജറെ മർദ്ദിച്ചുവെന്ന കേസിൽ നടൻ ഉണ്ണി മുകുന്ദൻ DGPക്ക് പരാതി നൽകി. പരാതി കേസിൽ ഗൂഢാലോചനയെന്നാരോപിച്ച്. കേസിൽ നിയമ നടപടിയുമായി മുന്നോട്ടെന്ന് മുൻ മാനേജർ വിപിൻ കുമാർ. ഗൂഢാലോചനയെന്ന ഉണ്ണിയുടെ വാദം അടിസ്ഥാനരഹിതമെന്നും വിപിൻ കുമാർ. നിലവിലെ അന്വേഷണത്തിൽ തൃപ്തൻ. ദേശീയപാത നിർമ്മാണത്തിലെ വീഴ്ചകൾ അന്വേഷിക്കാൻ ദേശീയപാത അതോറിറ്റി. ചെയർമാന്റെ നേതൃത്വത്തിലുള്ള സംഘം നാളെ കേരളത്തിൽ എത്തും. സംഘം 3 ദിവസം തുടരും. പാത തകർന്ന വിവിധ പ്രദേശങ്ങൾ സന്ദർശിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ജമ്മു കശ്മീർ സന്ദർശനം തുടരുന്നു. പൊതുസുരക്ഷാ അവലോകനം ചെയ്യാൻ അമിത്ഷായുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം. പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിൽ തകർന്നവരുടെ വീടുകൾ സന്ദർശിക്കും. INS വിക്രാന്തിലെ നാവികരുമായി പ്രതിരോധ മന്ത്രി കൂടിക്കാഴ്ച നടത്തും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ആശ്വാസം. ഇറക്കുമതി തീരുവ നടപടികൾ വിലക്കിയ US ഫെഡറൽ കോടതി ഉത്തരവിന് താൽക്കാലിക സ്റ്റേ. ഫെഡറൽ വ്യാപാര കോടതി ഉത്തരവ് സ്റ്റേ ചെയ്ത് അപ്പീൽ കോടതി. കേസ് ജൂൺ 9 വീണ്ടും പരിഗണിക്കും. IPL കിരീടത്തിലേക്ക് അടുത്ത് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. ആദ്യ ക്വാളിഫയറിൽ പഞ്ചാബ് കിങ്സിനെ 8 വിക്കറ്റിന് തകർത്ത് RCB ഫൈനലിൽ. എലിമിനേറ്ററിൽ മുംബൈയും ഗുജറാത്തും ഇന്ന് നേർക്കുനേർ.